ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമസ്കാരം സർ. നമസ്കാരം. ഋതിക മാഡം വീട്ടിലുണ്ട്. ശരി സർ. എന്റെ അനുവാദം ഇല്ലാതെ ആരാണ് നിന്നെ ഇതിനകത്ത് കയറ്റിവിട്ടെ? നിന്റെ അച്ഛൻ. ഓ, അച്ഛനെന്ന് പറഞ്ഞ നിന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു അജ്ഞാത വസ്തുവാണല്ലോ. മര്യാദയ്ക്ക് സംസാരിക്കണം. ഓഫീസിലേക്ക് പെർമിഷൻ ഇല്ലാതെ കയറി വന്നതും പോരാ, മര്യാദയായിട്ട് സംസാരിക്കുന്നു. നീ എന്നോട് മര്യാദ കേട് സംസാരിച്ച നിന്നോടും ഞാൻ അതേ സംസാരിക്കും. പിന്നെ നീ പറഞ്ഞല്ലോ ഇവിടെ കേറി വരുമ്പോ പെർമിഷൻ ചോദിക്കണമെന്ന്. എന്നാലേ എനിക്കത് വേണ്ട. വർമ്മ സാർ ഈ ചെയറിൽ ഇരിക്കുമ്പോ മാത്രമേ എനിക്കത് വേണ്ടൂ. മനസ്സിലായോടാ? ഞാനാണ് ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ ഇൻചാർജ്. നീ വെറും ഇൻചാർജ് അല്ലേ? എന്നാ ഈ കമ്പനിയുടെ MD-മാരിൽ ഒരാളാണ് ഞാൻ, രാജു വേണുഗോപാൽ. അതായത് ഇതിന്റെ MD ആയ പ്രതാപവർമ്മയുടെ ഏക മകളുടെ ഹസ്ബൻഡ്. മനസ്സിലായോടാ? ഞാനിപ്പോ നിന്റെ ഒരു സുപ്പീരിയർ ഓഫീസർ ആയിട്ടാ ഇവിടെ വന്നിരിക്കുന്ന. നിന്നെ ശരിക്ക് വാച്ച് ചെയ്യണമെന്ന് വർമ്മ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വിളച്ചിലും അഭ്യാസവും പെണ്ണ് കേസും ഒന്നും ഉണ്ടാക്കാതെ ഇവിടെ ഇരുന്ന നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ അടിമേടിക്കും, നീ ഓടുകയും ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ കയറി വരും. മറ്റൊന്നിനുമല്ല, നിന്നെ വാച്ച് ചെയ്യാൻ. ആ, സ്ത്രീകളാ ഇവിടെ കൂടുതലും സ്റ്റാഫായിട്ടുള്ളത്. അവരോട് മാന്യമായിട്ടല്ലാതെ വല്ലതും നീ പെരുമാറിയ പറഞ്ഞേക്കാം ഞാൻ. എന്തായാലും നീ ഇവിടെ കയറി പറ്റിയ സ്ഥിതിക്ക് നിനക്ക് മുകളില് ഞാൻ ഒരാളെ ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ശരിയാവില്ല. റോഡിലൊക്കെ ഇത് തിരക്കല്ലേ മാഡം? ദുബായ് സിറ്റിയില്ലേ എത്ര തിരക്ക്? അതിന് ജയൻ ദുബായി പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടൊന്നുമില്ല, കേട്ടറിവച്ചൊന്നും താങ്ങിയതാ. ഇവിടെയും ദുബായ് പോലെയൊക്കെ ആയില്ലേ ജയ? അതങ്ങനെ കഷ്ടകാലത്തിന് മനുഷ്യരെല്ലാരും കാശുകാരായി പോയില്ലേ? ഒരു വീട്ടില് 4 പേരുണ്ടെങ്കിൽ അവിടെ കുറഞ്ഞത് 8 കാറെങ്കിലും കാണും. അതില് 4 കാറും റോഡിൽ കാണും. പിന്നെ എങ്ങനെ റോഡിൽ തിരക്ക് കൂടാതിരിക്കും? ഇതാ നമുക്കേ തിരക്ക് കുറഞ്ഞ വഴി പോകാൻ മാഡം. നോവിനാലേ